അടുത്ത പാർട്ടി റെഡിയാവുന്നു. CJP അഭിജിത്ത് ദീപ്ക ഇന്നലെ പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. 1, കേസ് പിൻവലിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2, ഞങ്ങൾ തുടക്കമായിട്ടേ ഉള്ളൂ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് ചെറിയ പൂരമാണ്, വലിയ വെടിക്കെട്ട് വരാനിരിക്കുകയാണ്, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. 3, ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഇപ്പോൾ ഒരു ഇൻസിഡന്റ് വന്നു, ഒരു നേതാവ് വന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങൾ ഒന്നിച്ചു കൂടി, ജനങ്ങൾ പിരിഞ്ഞുപോയി. അതേ ജനങ്ങൾ ഇതേപോലത്തെ വിഷയങ്ങളിൽ ഇതുപോലെ ഒന്നിച്ച് വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 26ാമത്തെ ദിവസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഭിജിത്ത് ദീപ്ക ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് മാസം 1.5 കഴിഞ്ഞു. കുറച്ച് പേര് ഫോളോ ചെയ്തു. പിന്നെ ചെറിയ സമരങ്ങൾ ആലോചിച്ചു, ക്ലച്ച് പിടിച്ചില്ല. ജന്തർ മന്ത്രിൽ 26 ദിവസം കിടന്നു, എന്നിട്ടും അത് ക്ലച്ച് പിടിച്ചില്ല. പിന്നെ സോനം വാങ്ചു വന്നാണ് കുറച്ചുകൂടെ അതിനകത്തൊരു ഹൈപ്പ് ഉണ്ടാക്കിയത്. പിന്നെ കുറേശ്ശെ അത് വളർന്ന് 10-30 ദിവസം കൊണ്ടാണ് അതൊരു ഹൈപ്പിലേക്ക് പോയത്. അതുപോലെ എപ്പോഴും സംഭവിച്ചോളണമെന്ന് നിർബന്ധമില്ല. സംഭവിക്കരുത് എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഇതൊന്നും സംഭവിക്കരുതെന്നുള്ളതല്ല. ജനാധിപത്യത്തിൽ ഇങ്ങനെ സമരവും പ്രതിഷേധവും ഒക്കെ നടക്കും. ആ സമരവും പ്രതിഷേധത്തിന് അനുകൂലമായ കാര്യങ്ങൾ വരും. അത് ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥിയുടെ ഒരു 2-3 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതിൽ വളരെ കൃത്യമായിട്ട് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, വിദ്യാർത്ഥിയാണ്, സാർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതല്ല വിഷയം. രാജിവെക്കണം, അത് വേറെ കാര്യം. പക്ഷെ വിഷയം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്ത്യയിൽ നിരവധി അയാൾ കണക്കെല്ലാം പറയുന്നു, ഞാൻ കണക്കൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അയാൾ കണക്കെല്ലാം പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിരവധി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ലാട്രിൻ സൗകര്യങ്ങളില്ല, പൈപ്പ് വെള്ളം കുടിക്കാനില്ല, അധ്യാപകരുടെ ക്ഷാമം, വിദ്യാർത്ഥികളുടെ ക്ഷാമം, ലക്ഷക്കണക്കിന് കുട്ടികൾ ഇറങ്ങുന്നിടത്ത് നീറ്റിൻ്റെ സീറ്റിൻ്റെ ക്ഷാമം. ഇതെല്ലാം കണക്കാക്കുമ്പോൾ ഇന്ത്യൻ ഖജനാവിൻ്റെ, ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ അത്ര തന്നെ തുകയ്ക്കുള്ള കുട്ടികളാണ് ലോൺ എടുത്തുമല്ലാതെയും വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അത് ഇന്ത്യയിലേക്ക് നിലനിർത്താനുള്ള പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ ചോദ്യമാണ്, വിദ്യാർത്ഥികളുടെ വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മളുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കുറേ അനാവശ്യമായ തിരുത്തലുകളും ബഹളങ്ങളും കൊണ്ടൊന്നും ഇന്ത്യൻ യുവതയെ സന്തോഷിപ്പിച്ച് നിർത്താൻ കഴിയുകയില്ല. അവർക്ക് പഠിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. രണ്ടാമത്, പഠിച്ചാൽ അവർക്ക് തൊഴിൽ വേണം. അതിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ത്യൻ യുവജനത, ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഈ ചോദ്യം അവർ എല്ലാ ഭരണകൂടങ്ങളോടും ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആദ്യം ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് മോദി ഇരയായി എന്ന് വിചാരിച്ചിട്ട് നാളെ മറ്റൊരു ഗവൺമെൻറ് ഇത് ബാധകമല്ല എന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാ ഗവൺമെൻറ്റുകൾക്കും ബാധകമാകാവുന്ന ചില വളരെ ഉത്തരവാദിത്തപ്പെട്ട ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സമരം ഒരു ദിവസം ഒരു ആഹ്വാനം നടത്തി പിറ്റേ ദിവസം അങ്ങനെയല്ല, വലിയ ഓർഗാനിക്കായി വളർന്ന ഒരു സമരമാണിത്. ഈ സമരത്തിൽ ഒരുപാട് പേർ പങ്കെടുത്തു. മാധ്യമങ്ങൾ അവരുടെ റോൾ ചെയ്തു, കുട്ടികൾ SFIയുടെ റോൾ ചെയ്തു, ISF, KSU എല്ലാവരും ഒരുപാട് ആളുകൾ ചെയ്തു. CPMൻ്റെ MA ബേബി അടക്കമുള്ള ആളുകൾ ജയിലിലല്ല പോലീസിൽ പോയി അറസ്റ്റ് ചെയ്തു. അങ്ങനെ വലിയ പല രൂപത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ വലിച്ചഴിച്ചുകൊണ്ട് പോയി, പ്രിയങ്ക ഗാന്ധിയെ ഉപദ്രവിച്ചു. അങ്ങനെ വളരെ വലിയ ഹൈപ്പ് ഇന്ത്യയിൽ ഉണ്ടായ ഒരു സമരമാണ്. പക്ഷെ അത് ഓർഗാനിക്കായി വന്ന് ഓർഗാനിക്കായി വളർന്ന് അങ്ങനെ സംഭവിച്ചു. പക്ഷെ എപ്പോഴും ഇത് സംഭവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പഠിക്കേണ്ടുന്നൊരു പാഠം, അല്ലെങ്കിൽ ഗവൺമെൻറ് പഠിക്കേണ്ട ഒരു പാഠം, ഇങ്ങനെയും വിഷയങ്ങൾ വരാം, ഇങ്ങനെയും ആളുകൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട്. കേവലം മതവും രാമക്ഷേത്രവും മധുര ക്ഷേത്രവും കുറച്ച് ഹിന്ദുത്വവും സനാതനധർമ്മവും ഒന്നും പറഞ്ഞ് മാത്രം ന്യൂനപക്ഷ പ്രകടനം കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, തൊഴിലിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ 1 മില്ലിമീറ്റർ പോലും ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന വലിയ പാഠമാണ് ഇന്ത്യ നൽകുന്നത്. ആ പാഠം ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ആയിരുന്നു നരേന്ദ്രമോദിയുടെ ക്രക്സ്, നരേന്ദ്രമോദിയുടെ ആണിക്കല്ല് സോഷ്യൽ മീഡിയ ആയിരുന്നു. അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് നരേന്ദ്രമോദിക്ക് തിരിച്ചടിയായത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന നേതാവ് ABVPയുടെ നേതാവായിരുന്ന കാലത്ത്
90കളിൽ ഒഡീഷയിൽ നവീൻ പട്നായിക് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതേപോലെ ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഫലമായി 1500 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം ചെയ്ത നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കാലം കഴിഞ്ഞു. കാലത്തിന്റെ കാവ്യനീതി പോലെ ഒരുപക്ഷെ ബിജു പട്നായിക്, ഒറീസയുടെ മുഖ്യമന്ത്രിയുടെ ബിജു പട്നായികിന്റെ എന്താണ് ഇത് പിന്നെ സങ്കടം കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ടാണോ എന്നും അറിയില്ല. കാലത്തിന്റെ കാവ്യനീതി പോലെ അതേ ചോദ്യപേപ്പർ ചോർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇത് വലിയ കളിയാണ്, മീൻ ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഓരോ മന്ത്രിമാരും കരുതിയിരിക്കണം. E20 പെട്രോളിൻ്റെ പേരിൽ നിതിൻ ഗഡ്കരി എയറിൽ നിൽക്കുന്നു. തൊഴിലില്ലായ്മയുടെ പേരിൽ തൊഴിൽ മന്ത്രിയും നിർമ്മല സീതാരാമനും എയറിൽ നിൽക്കുന്നു. കർഷക സമരം ഇതുപോലെ വന്ന അവസാനം ബില്ല് പിൻവലിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ പൂക്കാലം കാണിക്കാറുണ്ട്, വസന്തകാലം കാണിക്കാറുണ്ട്. അത് ആവശ്യവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനൊക്കെ. പക്ഷേ അത് മറ്റൊരു അരാജകത്വത്തിലേക്ക് പോകാതെ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തെ, ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനം.